എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ലോകത്തിൽ ഏതാണ്ട് 100 കോടിയിൽ പരം ജനങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കുന്നു. ദാറ്റ് മീൻസ് 7 പേരിൽ ഒരാൾ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ മാനസിക ആരോഗ്യവും ശാരീരിക രോഗങ്ങളുമായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ശാരീരിക പ്രശ്നങ്ങൾക്കകത്ത് നമുക്കൊരു മാനസിക സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. ഏതാണ്ട് ഒരു 12 മുതൽ 14% ആൾക്കാർക്കെങ്കിലും നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള രോഗങ്ങളുണ്ടാവും. ഈ അടുത്ത കാലത്ത് കാണുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ആങ്സൈറ്റി, ആശങ്കകളും വിഷാദങ്ങളും ഡിപ്രഷനും അസാധാരണമായിട്ട് പ്രധാനമായിട്ടും ഈ കോവിഡിന് ശേഷം ഈ വിഷാദവും ആങ്സൈറ്റിയും വളരെ കൂടിയെന്നുള്ളതാണ് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഏതാണ്ട് 200-ലധികം അസുഖങ്ങൾ മാനസിക ജന്യമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് 70% മുതൽ 90% ഡിസീസസും അതിനൊരു സൈക്കോസൊമാറ്റിക് ഒരു കോമ്പോണൻ്റ് ഉണ്ട്. അതിന് ആ കമ്പോണൻറ്റോട് കൂടിയാണ്. അപ്പോൾ മാനസികവും ശാരീരികവുമായ ബന്ധം എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചിന്തകളും വികാരങ്ങളും ശരീരലക്ഷണങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് നിർണായകമായിട്ട് പറയാനായിട്ടുള്ള ഇതിനകത്തൊരു സാധ്യത. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ രീതിയിൽ അനുഭവമുള്ള ആൾക്കാർ ഇത് മൊത്തം കാണേണ്ടിയിരിക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യം അല്ല 2-3 പ്രാവശ്യം കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു വ്യക്തത പൂർണ്ണമായിട്ടും നിർത്തിയാണെങ്കിലും കണ്ടാൽ മാത്രമേ അത് ബോധ്യമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചികിത്സാ മാർഗങ്ങളിലൂടെ ഒരു തുറന്ന മനസ്സോടെ നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ രോഗാവസ്ഥയെ നമ്മൾ നിഷേധിക്കാതിരിക്കുക. നമ്മുടെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല, ഒരു മാനസിക ആരോഗ്യത്തിൻ്റെ കുറവ് അവർക്കുണ്ട് എന്നുള്ളത് അവർ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യണം. 2025 യൂണിവേഴ്സിറ്റി ഓഫ് പാട്രാസ് ഗ്രീസിൽ, അപ്പോൾ അവിടുത്തെ ഗവേഷകനായ എയ്ജീനിയ ഗിൽഗിൻഡോണി നടത്തിയ പഠനമുണ്ട്. MBCT ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് നമുക്ക് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ. അടുത്ത കാലത്ത് നടത്തിയ വേറൊരു പഠനം പറയുന്നത് ഹൃദ്രോഗം 30% മുതൽ 50% വരെ മാനസികമായൊരു കോമ്പോണൻ്റ് ഉണ്ട് അതിനകത്ത്. സമ്മർദ്ദങ്ങളാണ് പ്രധാനം, വിഷാദം, ആശങ്ക, ആങ്സൈറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനകത്തും മാനസികമായിട്ട് വളരെ ഒരു ബന്ധമുണ്ട്. IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം 60% മുതൽ 80% വരെ സമ്മർദ്ദം, ആശങ്ക അതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള പെയിൻ മാനസിക ട്രോമയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. മൈഗ്രെയിൻ അതൊക്കെ സമ്മർദ്ദത്തിൽ കൂടെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ അടുത്ത കാലത്ത് കണ്ടത് ഈ പ്രമേഹം. അപ്പോൾ വിഷാദരോഗമുള്ളവർക്ക് ഈ പ്രമേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ നിയന്ത്രണം പെട്ടെന്ന് തെറ്റിപ്പോകുന്നുള്ള. ആസ്മ സമ്മർദ്ദത്തിലൂടെ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, സമ്മർദ്ദം മുഖാന്തരം അത് വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഉറക്ക പ്രശ്നം ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി പ്രത്യേക ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആശങ്കയും വിഷാദവും ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ഈറ്റിംഗ്, സ്ട്രെസ് ഹോർമോൺസ്, ഇതെല്ലാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കണം. ഐ ഹാവ് ഗോട്ട് എ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം, അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവും നമുക്ക് വരിക. അപ്പോൾ ഇത് ഉൾക്കൊണ്ടാൽ തന്നെ മനസ്സിലെ സമ്മർദ്ദം ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. മറിഞ്ഞിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതൊരു വലിയ ഘട്ടമാണ്. ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, പഴയ അനുഭവങ്ങൾ. ഇപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള. നമ്മുടെ എല്ലാം പ്രശ്നം നമ്മൾ പഴയകാല ട്രോമയിലേക്ക്, പഴയകാല ബാഡ് മെമ്മറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴാണ് നമുക്കത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ES ലീവ്ഡ് വിത്ത് എ ഡിസബിലിറ്റി YLD എന്ന വിഭാഗത്തെ നമ്മൾ പെടുകയാണ്. അപ്പോൾ ഒരു 15.6% ഇതിൻ്റെ പങ്ക്. ദീർഘകാല ബുദ്ധിമുട്ടുകളുടെ പ്രാധാന്യം അത് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗുരുതരമായ മാനസികാവസ്ഥ നമുക്ക് അപ്പോൾ ഈ അവസ്ഥ നമ്മൾ നേരത്തെ തന്നെ പരിഹാരം കണ്ടില്ലെങ്കിൽ
ഒരു 10 മുതൽ 20 വർഷം വരെ നമ്മുടെ ആയുസ് കുറയുന്നു. ഹൃദ്രോഗം, ഇല്ലെങ്കിൽ പ്രമേഹം, അമിതവണ്ണം, കൂടിയ ശാരീരിക രോഗങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം എല്ലാം അതിനെ ബാധിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയമായി തെളിയിച്ച ചികിത്സാ മാർഗങ്ങളിൽ അതിനകത്ത് നോക്കുമ്പോൾ കൊഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBT, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് പറയുന്നുണ്ട്. CBTയും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും ഇതിനൊരു വലിയ പരിഹാരമാണ്. മറ്റൊന്ന് റെഗുലർ എക്സസൈസാണ്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ക്രമം ശരിയാക്കാനായിട്ട് സ്ലീപ്പ് കറക്ഷൻ, അപ്പോൾ ട്രോമയുടെ ചികിത്സ, അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളുടെ കുറവ് കൊണ്ട് നമുക്ക് വരാവുന്ന സോഷ്യൽ ബോണ്ടിങ് കൊണ്ട് സമ്മർദ്ദം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുക, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രീതിങ് ടെക്നിക്സ്, ശ്വാസാഭ്യാസങ്ങൾ കൊണ്ട്. പിന്നെ വളരെ ഒരു പുതിയ ഏരിയ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് പോഷകാഹാര ചികിത്സ. നമുക്ക് ശരീരത്തിന് അത്യാവശ്യമില്ലാത്ത ആഹാരങ്ങൾ ഒഴിവാക്കി ഏറ്റവും അത്യാവശ്യമുള്ള ആഹാരങ്ങളും അതുപോലെ സപ്ലിമെൻറ്റ്സും കഴിക്കുക. അതുപോലെ മറ്റൊന്നാണ് നമ്മൾ കൗൺസിലിങ്, സൈക്കോ തെറാപ്പി മുതലായിട്ടുള്ള കൗൺസിലിങ് നമ്മൾ പോവുക. ഇതിന് ഒക്കെ പുറമെയാണ് നമ്മൾ മരുന്നിൻ്റെ സാധ്യത. ഇപ്പം നമുക്ക് പലർക്കും കേരളത്തിൽ ആദ്യമേ തന്നെ മരുന്നാണ്. ഓക്കെ, ഒരു ശാരീരികവും എക്സസൈസും എല്ലാം അടങ്ങിയ ഒരു സമഗ്രമായ ഒരു പരിപാടിയിലൂടെയാണ് നമുക്കിതിൽ നിന്ന് മാറാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ട്രിഗറുകൾ എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരമുള്ള മാർഗങ്ങൾ കണ്ടെത്തി അടിച്ചമർത്തിയ വികാരങ്ങൾ നമുക്ക് രോഗലക്ഷണങ്ങളായിട്ട് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. കോപം, ദുഃഖം, ഭയം തുടങ്ങിയ വികാരങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് ഈസിയായിട്ട് എങ്ങനെ പുറത്തു കൊണ്ടിരുന്നത്. ഈ 2024 ഫ്രോണ്ടിയേഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ജേണലുണ്ട്, ഒരു മാഗസിനുണ്ട്. അതിനകത്ത് പ്രസിദ്ധീകരിച്ച ഈ ബേഷായി മൈൻഡ്ഫുൾനെസ് പഠനം, അപ്പോൾ അവിടെ CBT ചേർന്ന് ഡിപ്രഷൻ റിലാപ്സ് ചെയ്യാതിരിക്കാനായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തി. അതുപോലെ 2025 ഗ്ലോബൽ അഡ്വാൻസസ് ഇൻ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ, അപ്പോൾ അതിൻ്റെ ഒരു ജേണലിനകത്തൊരു പഠനം കാണിച്ചിരിക്കുന്നത് ഈ MBCD ആൻഡ് TIF പഠനം, അതിൻ്റെ സ്ട്രക്ചേർഡ് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ പിന്നെ വരാത്ത രീതിയിൽ എന്നേക്കുമായിട്ട് നമുക്ക് ഇല്ലാതാക്കാം. അതുപോലെ 2025 മയോ ക്ലിനിക്കിൽ US മൈൻഡ്ഫുൾനെസ് എക്സസൈസ് സ്ട്രെസ്സ് നല്ല രീതിയിൽ കുറയുമെന്നുള്ളതും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഓവറോൾ വെൽബീയിങ്ങിനും വളരെ നല്ലതാണെന്നുള്ള പഠനം നന്നായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വികാരങ്ങൾ തുറന്നു പറയുന്നതിനുള്ള സോഷ്യൽ ബോണ്ടിങ്, മാനസിക ഭാരം കുറയ്ക്കുന്നതിന്, നാഡീവ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് വളരെ പ്രധാനമാണ്. ദീർഘകാല സമ്മർദ്ദം നമുക്ക് നാഡീവ്യവസ്ഥയെ നമുക്ക് അതീവ മോശമായിട്ട് നമുക്ക് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ശ്വാസങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നു. മൈൻഡ്ഫുൾനെസ് പരിശീലനങ്ങൾ നമുക്ക് മനസ്സിനെ നിലവിലെ ഈ നിമിഷത്തിലേക്ക്, ഈ നിമിഷങ്ങളിൽ ജീവിക്കുക, തെറ്റായ ചിന്താശൈലികളെ തിരിച്ചറിയുകയും തിരുത്തുകയും നെഗറ്റീവ് ചിന്തകൾ ശരീരാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതോ, പോസിറ്റീവ് ചിന്താശൈലി മാനസിക ശക്തി നമുക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചിന്തകളിലുണ്ടാകുന്ന മാതൃകകളിൽ മാറ്റം വരുത്തുന്നത് മാനസിക ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാൽഗറി കാനഡയിൽ, അപ്പോൾ അവരുടെ ലിൻഡ കാൾസൺ എന്ന് പറഞ്ഞ അവർ നടത്തിയ പഠനത്തിനകത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഓൺകോളജി പഠനം, മൈൻഡ്ഫുൾനെസ് വഴി ക്യാൻസർ സർവൈവേഴ്സിന് ഫറ്റീഗ് നമ്മുടെ ഇമോഷണൽ ഡിസ്ട്രെസ്സും മാറ്റി കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഒഴിവാക്കി കൊണ്ടുവരാമെന്നുള്ള അവരത് വളരെ പ്രശസ്തമായൊരു പഠനമാണ്. അപ്പോൾ ജീവിതശൈലി മാറ്റങ്ങൾ ചികിത്സയുടെ നിർണായകമായ ഘടകങ്ങളാണ്. നല്ല ഉറക്കം, ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അടുത്ത കാലത്തെ പഠനം പറയുന്നുണ്ട്, രോഗാവസ്ഥയുള്ളവർ ഏത് കാരണവശാലും 8 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം. അത് രാത്രിയിൽ തന്നെ ഉറങ്ങുന്നതാണ് നമുക്ക് ഹോർമോണിൻ്റെ ബാലൻസിന് വരുന്നത്. അവരൊരു പുനരുദ്ധാരണത്തിന് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ പോഷകാഹാരം ശരീരത്തിനും മനസ്സിനും ശക്തി നൽകുന്നു, മനസ്സിനെ ശക്തി നൽകുന്ന പോഷകാഹാരങ്ങളൂടെ കഴിക്കണം. നിരന്തരമായ വ്യായാമം സമ്മർദ്ദം കുറയ്ക്കുന്നു. അപ്പോൾ ദിവസക്രമം ക്രമീകരിക്കുന്ന ആരോഗ്യകരമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെറുതും വലുതുമായിട്ടുള്ള ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാകുന്നത്
അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം 97% ആൾക്കാർ ലക്ഷ്യബോധം ഇല്ലാതെ പോകുന്നതാണ്. എനിക്ക് വളരെ താല്പര്യമായിട്ട് തോന്നിയ 2024 ഒരു സ്റ്റഡി. അപ്പോൾ AI-യും CBT-യും ചേർത്ത് വെച്ചുകൊണ്ട് കൊക്കോ എന്ന് പറഞ്ഞ ഒരു വികസിപ്പിച്ച ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ തിരിച്ചറിഞ്ഞ് വ്യക്തിഗത മാനസികമായിട്ടുള്ള ബാലൻസ് സഹായിക്കുന്ന AI ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫലപ്രദമായിട്ട് ചെയ്യാമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. അപ്പോൾ വരാൻ പോകുന്ന സമയത്ത് നമ്മൾ മാനസികാരോഗ്യവും AI-യുമായിട്ട് വളരെ വ്യക്തമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അർത്ഥവത്തായ ജീവിതം മാനസികമായ സ്ഥിരത നൽകുന്നു. നമ്മുടെ ലൈഫിന് ഒരു മീനിങ് ഫുൾ ആയിരിക്കണം. വ്യക്തിഗത ലക്ഷ്യങ്ങൾ നമുക്കെപ്പോഴും പ്രചോദനവും, അപ്പോൾ അതിലേക്ക് ജീവിക്കാൻ ഒരു സുഖമുണ്ട് എപ്പോഴും. അപ്പോൾ ഈ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ ലൈഫ് ലൈൻ്റെ MYD മേക്ക് യുവർ ഡെസ്റ്റിനി പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ഓൺലൈനിലുണ്ട്, നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കയറി നോക്കി അതെടുക്കാം, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പോൾ മനസ്സിനും ശരീരത്തിനും ജീവിത ശൈലി ഇതിനെ നമ്മൾ ഏകീകരിച്ചുകൊണ്ട് പോകുന്നത്, ഏകീകരണം, ഒരു ദിനചര്യയിൽ നമുക്ക് ബാലൻസ് ഉണ്ടാക്കുന്നത്, ജോലി, അതുപോലെ തന്നെ ബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സമയം എന്നിവയിൽ നമുക്കൊരു സന്തുലിത അവസ്ഥ. അപ്പം നമ്മുടെ മാനസിക ബോധവും ആരോഗ്യവും അതിൻ്റെ ശീലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ അത്യാവശ്യം. അപ്പോൾ ദീർഘകാല ആരോഗ്യം നിലനിൽക്കുന്നതിന് നമുക്ക് ഈ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തിരിച്ചടികൾ ഒഴിവാക്കാനായിട്ട്, മാനസിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട്, അപ്പോൾ വികാര ബുദ്ധി വികസിപ്പിക്കുന്നതിന്, നമ്മൾ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്താനായിട്ട് നമ്മൾ ഗോള് വളരെ അത്യന്താപേക്ഷിതമാകുന്നു. ഗോളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള കഴിവ് നമുക്ക് വളരെ മെച്ചപ്പെട്ടതായിരിക്കും. മാനസികമായ ബോധവും വികാര നിയന്ത്രണവും. അപ്പോൾ നമുക്ക് സാധാരണഗതി ചിന്തയ്ക്ക് അതീതമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോധത്തോടുള്ള നിയന്ത്രണത്തിലൂടെ നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണം, സമ്മർദ്ദ നിയന്ത്രണം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനായിട്ട്, ആരോഗ്യകരമായ ശീലങ്ങൾ തുടർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഘടകങ്ങൾ നമ്മൾ ചേർത്താൽ സമഗ്രമായ മനസ്സ്, ശക്തമായ ആരോഗ്യം നമുക്ക് തരും എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും രാവിലെ 6:30 ഇവിടെ മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അതിനകത്ത് വേണേൽ ചേരാം. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് അത് നടത്തിയ മെഡിറ്റേഷൻസൊക്കെ നമുക്ക് ചില ലേണിങ്ങിനകത്ത് നിങ്ങൾക്ക് അത് ലഭിക്കാനായിട്ട് പറ്റും. എല്ലാ ദിവസവും രാവിലെ 6:30 അതുപോലെ തന്നെ നമ്മുടെ ഈ ഓവർ സമ്മർദ്ദങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പല വർക്കുകളും നമ്മൾ AI ഏൽപ്പിക്കാവുന്ന ഒരു രീതി വൈകിട്ട് 8:30 മുതൽ 10 മണി വരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊരു ടീമാണ്, ഒരു ടീം വർക്കായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കെപ്പോഴും ഈ ലൂസിഡ് ഡ്രീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലൂസിഡ് ഡ്രീം പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്കതിന് AI എനേബിൾഡ് ആയിട്ടുള്ള ലേണിംഗ് ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും അത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ടീമായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോ ടീമുകളായിട്ട് 5 പേർ അടങ്ങുന്ന ടീമുകളായിട്ട് ചേർന്നിട്ട് അവരത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയം മുഴുവനും നമുക്ക് ലൂസിഡ് ഡ്രീം ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം. ലക്ഷ്യം നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, ലക്ഷ്യത്തിന് പറ്റിയ അപ്സ്കില്ല് ചെയ്യാം, റീസ്കില്ല് ചെയ്യാം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജീവിതത്തിലെ എല്ലാ സാധ്യതകളും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് മൈൻഡിനെ ഒരു 10-20 വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം. വളരെ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് നമുക്ക് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് കഴിയുമെന്ന് പറയുന്നത്. അപ്പം ഈ ലൂസിഡ് ഡ്രീമിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് വിഷ്വലൈസേഷനൊക്കെ കൊടുക്കുക. 20 സ്റ്റെപ്പാണ് നമ്മൾ സാധാരണഗതിയിൽ, ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കൂടെ കുറച്ചുകൂടെ കൂടുതൽ വിവരങ്ങൾ കിട്ടും ലൂസിഡ് ഡ്രീമിങ്ങിന് എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഗോളുകളിൽ എത്തിച്ചേരാനും നമ്മളെ കാര്യക്ഷമമാക്കാനും സ്ട്രെസ്സുകൾ ഇല്ലാതാക്കാനും നമ്മുടെ ഒരു മീനിങ് ഫുൾ ലൈഫിലെത്താനായിട്ടും ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ടും എല്ലാം നമുക്ക് സഹായിക്കുന്ന ഒന്നുകൂടെയാണ് നമുക്ക് ഈ ലൂസിഡ് ഡ്രീം. എല്ലാവരും തന്നെ ലൂസിഡ് ഡ്രീം പഠിച്ചിട്ട് നമുക്കത് പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ മാറ്റം വരുത്താട്ടെ. നിങ്ങൾക്ക് 1-2 പ്രാവശ്യം കൂടെ ഇത് നിങ്ങൾക്ക് വീണ്ടും കാണുന്നത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് കാണാനായിട്ട് അവരെ പ്രചോദിപ്പിക്കുന്നത് നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.